ബാഗ് ഈസ് ഈക്വൽ ടു 10. ബോയ് എത്രയാണെന്നാണ് ചോദ്യം. ലെറ്റർ രണ്ടാമത്തെ ലെറ്റർ ആണെന്ന് നമുക്കറിയാം. എ എന്ന ലെറ്റർ ഇംഗ്ലീഷ് ഒന്നാമത്തെ ലെറ്റർ ആണെന്ന് അറിയാം. ജി എന്ന ലെറ്റർ 7 ആണെന്ന് അറിയാം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടുന്നുണ്ട്. ഇനി മക്കൾ അതേ ക്രമത്തിലാണ് ഇത് പോകുന്നതെങ്കിൽ എത്രയായിരിക്കും വരും എന്ന് മക്കളാണ് പറയേണ്ടത്. ഓക്കെ, 42 is the right answer. ബി സെക്കൻഡ് ലെറ്റർ ആണ്. ഓ 15th ലെറ്റർ ആണ്. യെസ്. then വൈ 25th ലെറ്റർ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 42. So the answer is correct. അപ്പോൾ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ല, കുറച്ച് ഗ്രേഡ് കൂടിയ ചോദ്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാവരും ഈ ഉറക്ക വിളിച്ചു പറയുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നു, നാളെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അത് ഏത് വിഷയമായാലും, EVS ആയാലും GK ആയാലും മാത്സ് ആയാലും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ. നിങ്ങൾ മാത്രമല്ല, മുമ്പൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതിയതൊക്കെ പെൻസിൽ കൊണ്ടൊക്കെ എഴുതാമായിരുന്നു. ഇപ്പോഴുള്ള പ്രത്യേകത പേന കൊണ്ട് തന്നെ എഴുതണം. ബോൾ പോയിന്റ് പേന കൊണ്ടുപോകണം. നിങ്ങൾ 2 എണ്ണം കൊണ്ടുപോയിക്കോളൂ. 2 നീല മഷി എടുക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ കറുപ്പ് മഷി. 2 ഒരേ മഷിയാണ് നല്ലത്. അപ്പം പേന കൊണ്ടൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് നമുക്ക് റബ്ബ് ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ചോദ്യം വായിച്ചു നോക്കിയിട്ടാണ് കുട്ടികൾ ആൻസർ ചെയ്യാവൂ എന്നത്. ഋതി, ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഋതിക്ക്? യെസ് സർ. ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻ അല്ലേ ക്വസ്റ്റ്യൻ? അതായത് ബാഗ് ബി എന്ന ലെറ്റർ രണ്ടാമത്തെ ലെറ്റർ അല്ലേ ഇംഗ്ലീഷില്? യെസ് ഓർ നോ? മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതെങ്കിലും കുട്ടികൾക്ക് ക്ലാസ്സിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നീട് എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2026 ജാനുവരി 1 നിങ്ങൾക്കറിയാം തേഴ്സ്ഡേ ആണെന്ന്, എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണെന്ന് അറിയാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഈ വർഷത്താണ്. അപ്പൊ 2026 ജനുവരി 1 തേഴ്സ്ഡേ ആണെങ്കിൽ ജനുവരി മാസം മുഴുവൻ അല്ല ചോദിച്ചത്, 2026 ആ ഇയർ മുഴുവനാണ് എന്റെ ചോദ്യം. 2026 ആ ഇയർ മുഴുവൻ. ജനുവരിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതേ സമയത്ത് 2026 മൊത്തം, അതായത് ഫെബ്രുവരിയിലെ കൂട്ടണം, മാർച്ചിലെ കൂട്ടണം, ഏപ്രിലെ കൂട്ടണം, അങ്ങനെ ഡിസംബർ വരെ കൂട്ടിയാൽ മൊത്തം എത്ര വ്യാഴാഴ്ചകൾ ഉണ്ടാകും എന്നാണ് ചോദ്യം. അറിയില്ല സർ. യെസ്, ആർക്കെങ്കിലും അറിയാമോ? നോക്കട്ടെ, ആർക്കെങ്കിലും അറിയാമോ ഹോസ്റ്റലായ കുട്ടികൾക്ക് എത്ര വ്യാഴാഴ്ചകൾ ഉണ്ടാവും? 53. 2026 എന്ന വർഷം ഓർഡിനറി ഇയർ ആണ്, ലീപ്പ് ഇയർ അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓർഡിനറി ഇയറിൽ നമുക്ക് 365 ഡേയ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഓർഡിനറി ഇയറിലെ ഒരു ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണെങ്കിൽ ആ വ്യാഴാഴ്ചകൾ മുഴുവൻ, ഇവിടെ ശ്രദ്ധിച്ചോളെ, ശരിക്കും ശ്രദ്ധിച്ചോളെ, അങ്ങനെ മുഴുവൻ വ്യാഴാഴ്ചകളുടെ എണ്ണം 53 ആയിരിക്കും. ഓർഡിനറി ഇയർ ജനുവരി 1 ഏത് ദിവസമാണോ, ഇപ്പൊ ഇവിടെ വ്യാഴാഴ്ച കൊണ്ട് 53, ബാക്കി എല്ലാ ദിവസങ്ങളും, ബാക്കി ഇപ്പോ 51 ദിവസം കഴിഞ്ഞാൽ ബാക്കി 6 ദിവസമാണ് ഉള്ളത്. 6 ദിവസങ്ങളും 52 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ മുതൽ പിന്നെ വെനസ്ഡേ വരെ ഉള്ളതൊക്കെ 52 ആയിരിക്കും. ഈ 53ഉം ഈ 52 ബാക്കിയുള്ള 6 ദിവസം കൂട്ടിയാൽ നിങ്ങൾക്ക് 365 റെഡിയാണ്. ഇനി എല്ലാവരും എന്റെ കൂടെ പറയാൻ തയ്യാറായിക്കോളൂ. 2026 2026 മെഹർ എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയണം, അല്ലെങ്കിൽ ധ്യാൻ ദേവ് ഒന്ന് പറയണം. 2026 ജാനുവരി 1 തേഴ്സ്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അടുത്ത ചോദ്യം, 2027 ജാനുവരി 1 ഏത് ദിവസമായിരിക്കും? ഫ്രൈഡേ.
ഫ്രൈഡേ, അതായത് തൊട്ടടുത്ത ദിവസമായിരിക്കും. യാതൊരു സംശയമില്ല, ഓർഡിനറി ആകുമ്പോൾ അത് തൊട്ടടുത്ത ദിവസമായിരിക്കും. വീണ്ടും വരുന്നു എന്റെ ചോദ്യം, 2028 ശ്രദ്ധിക്കണം, ദാറ്റ് ഈസ് എ ലീപ് ഇയർ, അതിവർഷമാണ്. 2028 ജാനുവരി 1 ഒരു മാറ്റവും ഇല്ല. അത് നമുക്ക് തൊട്ടടുത്ത സാറ്റർഡേ തന്നെ ആയിരിക്കും. കാരണം 27 അവസാനിക്കുന്നത്, ഡിസംബർ 31 അവസാനിക്കുന്നത് ഫ്രൈഡേ തന്നെ ആയതുകൊണ്ട് അത് ജാനുവരി 1 സാറ്റർഡേ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ എൻ്റെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്, ശ്രദ്ധിക്കുക, പേരൻസ് ശ്രദ്ധിക്കുക. 2028 ജാനുവരി 1 സാറ്റർഡേ ആണെങ്കിൽ ആ 2028 മൊത്തം എത്ര സാറ്റർഡേ ഉണ്ടാവും? ഹൗ മെനി സാറ്റർഡേസ് ആർ ദേർ? മറുപടി 54. നോ, 53 തന്നെയായിരിക്കും, അതിന് മാറ്റമില്ല. മോള് 54 പറയാനുള്ള കാരണം എനിക്ക് മനസ്സിലായി, 28 ലീപ് ഇയർ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ 53 ഒരു ദിവസവും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. സാറ്റർഡേ കഴിഞ്ഞാൽ ജാനുവരി 2 ഏത് ദിവസമായിരിക്കും മോളെ? സൺഡേ. സൺഡേയും നമുക്ക് 53 കൂട്ടാം. അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലീപ് ഇയർ ആകുന്ന സമയത്ത് ലീപ് ഇയറിൽ ജനുവരി 1-ാം തീയതിയും ജനുവരി 2-ാം തീയതിയും നിങ്ങൾക്ക് 53 വരും. ബാക്കിയൊക്കെ നമുക്ക് 52 വെച്ചിട്ട് കൂട്ടാം. അപ്പൊ നമുക്കവിടെ 366 ഡേയ്സ് കിട്ടും. സർ, ഫുള്ളി ക്ലിയർ അല്ല. ഏത് പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല? ചിലതെല്ലാം മനസ്സിലായിട്ടുണ്ട്, കുറച്ചും കൂടെ ക്ലിയർ ആവാനുണ്ട്. കുറച്ചുകൂടി ക്ലിയർ ആവാനുണ്ട്. 2028 ലീപ് ഇയർ ആണെന്ന് അറിയാമല്ലോ, ശരിയല്ലേ? യെസ് സർ. അപ്പൊ നമുക്ക് 2028 ജാനുവരി 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണെന്നും പറഞ്ഞു, അതായത് ശനിയാഴ്ച. അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നു, ലീപ് ഇയർ ആയ ഒരു വർഷത്തിലെ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണെങ്കിൽ ആ സാറ്റർഡേ മുഴുവൻ 53 ഉണ്ടാവും. തൊട്ടടുത്ത സൺഡേയും നിങ്ങൾക്ക് 53 ആയിട്ട് പരിഗണിക്കണം. ബാക്കി നമുക്ക് വരുന്ന മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ബാക്കി വരുന്ന 5 ദിവസവും 52 വീതമാണ് ഉണ്ടാവുക. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 66 ദിവസം കിട്ടും. വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളൂ. 2028 ജനുവരി 1 നേരത്തെ പറഞ്ഞു സാറ്റർഡേ ആണെന്ന് പറഞ്ഞു. എങ്കിൽ 2029 ജാനുവരി 1 ഏത് ദിവസമായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ പറയൂ. സർ, മൺഡേ. അത് മൺഡേ ആയിരിക്കും. അതിന്റെ കാരണം 2028 ജനുവരി 1 സാറ്റർഡേയിൽ വരുന്നത് നിങ്ങൾക്കറിയാം, അത് ലീപ് ഇയർ ആണ്. അത് എൻഡ് ചെയ്യുന്നത് ഡിസംബർ 31 സാറ്റർഡേയിലല്ല, സൺഡേയിലായിരിക്കും. അതുകൊണ്ടാണ് 2029 ജനുവരി 1 മൺഡേ ആയത്. ഇത് വ്യക്തമായിട്ട് ഈ വീഡിയോ വരുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 2 കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക 2 കാര്യങ്ങൾ. അതിൽ 2 ചോദ്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാം. ഞാൻ വോയിസ് ഇടുന്നതായിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി, മലയാളവും ഞാൻ പറയാം. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വരും പരീക്ഷയ്ക്ക്. ഒന്ന്, ഒരു ഇയർ തന്നിട്ട് ആ ഇയറിൽ എത്ര വെള്ളിയാഴ്ചകളുണ്ട്, എത്ര വ്യാഴാഴ്ചകളുണ്ട് എന്ന് ചോദിക്കും. അതിൽ ജനുവരി 1 നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അത് ലീപ് ഇയർ ആണോ ഓർഡിനറി ഇയർ ആണോ നോക്കിയാൽ മതി. വേറൊന്ന് തന്നിട്ട് 2026 ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ 2028 എത്രയാണെന്നൊക്കെ ചോദിക്കും. അത് നിങ്ങൾ ഇങ്ങനെ എഴുതി കണ്ടുപിടിച്ചാൽ മതി. ഇത് എക്സാമിന് വരുന്നതാണ് പതിവായിട്ട്. ഇനി ഞാൻ അടുത്ത ചോദ്യം വരുന്നു, ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഹോംവർക്ക് ആയിട്ട് എടുത്തു വെച്ചോളൂ. The days of 3 Wednesdays are even numbers. Which day is 23rd of that month?
ഇതിൽ ടൈപ്പ് ചെയ്ത് ഒന്ന് വായിച്ചു കൊടുക്കുക മെഹർ. In a particular month, the days of 3 Wednesdays are even numbers. Which day is 23rd of that month? ഓക്കെ, ഇതിന്റെ സൂചന ഞാൻ തരാം. ഇത് മലയാളം പറയുന്നു. ഒരു പ്രത്യേക മാസത്തില് 3 ബുധനാഴ്ചകൾ ഇരട്ട സംഖ്യകളാണ്. 3 ബുധനാഴ്ചകൾ ഇരട്ടകളാണ്, ഈവൺ നമ്പേഴ്സ് ആണ്. എങ്കിൽ ആ മാസത്തെ 23-ാം തീയതി ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ഇതാണ് അതിന്റെ മലയാളം. ഒരു സൂചന ഞാൻ തരാം. ഈവൺ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ലാണ്. 2 കഴിഞ്ഞാൽ 2-ാം തീയതി നിങ്ങൾക്ക് ബുധനാഴ്ച കൊടുത്താൽ പിന്നെ വരുന്ന നമുക്ക് 2-ാം തീയതിക്ക് തൊട്ട് താഴെ വരുന്നത് 9 ആയിരിക്കും. 9-ാം തീയതിയും ബുധനാഴ്ചയാണ്. അങ്ങനെ കൂട്ടിപ്പോയിട്ട് നിങ്ങൾക്ക് 3 ബുധനാഴ്ചകൾ ഇരട്ടകൾ ഉണ്ടോ എന്ന് നോക്കുന്നു. അതിലെവിടെയാണ് 23rd വരുന്നത് നോക്കുന്നു. നിങ്ങൾ കണ്ടുപിടിക്കുന്നു. ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തുന്നു. യെസ് മെഹർ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Yes, sir. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ശ്രദ്ധിക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, there are 5 Fridays in January, not 5 Saturdays. Which day is January 1st? ഇതിലൊക്കെ എഴുതിയൊക്കെ തെറ്റുണ്ട്, ശ്രദ്ധിക്കുക. There are 5 ഫ്രൈഡേസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നിക്കോളൂ, ഞാൻ അവിടെ മാറ്റിയിട്ടുണ്ട്. There are 5 Fridays എന്നാക്കുക. ആ ചോദ്യം ഒന്ന് വായിച്ചേ മെഹർ. There are 5 Fridays in January. Not for Saturdays. Which day is January? Not 5. അതൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചാണ്. ഒന്നുകൂടി വായിച്ചേ. There are 5 Fridays in January. Not 5 Saturdays. Which day is January 1st? There are 5 Fridays in January, not 5 Saturdays. Which day is January 1st? ജനുവരി മാസത്തില് 5 ഏതോ വർഷം 5 വെള്ളിയാഴ്ചകൾ ഉണ്ട് പോലും. പക്ഷെ 4 ശനിയാഴ്ചകളേ ഉള്ളൂ. 5 ശനിയാഴ്ചകളില്ല എന്നത് 4 ഉണ്ടോ? 5ഉം 4 മാത്രമല്ലേ കലണ്ടറൊക്കെ അറിയാം. അപ്പൊ അവിടെ ജനുവരി മാസത്തിൽ 5 വെള്ളിയാഴ്ചകളുണ്ട് എന്ന് പറയുന്നു, 5 ശനിയാഴ്ചകൾ ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾ ഒരു കാര്യം ഓർത്തിരുന്നോളൂ, 31 ദിവസമുള്ള മാസത്തിൽ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ഉൾപ്പെടുന്നവ 5 ദിവസം ഉണ്ടാവും. കലണ്ടർ വെച്ച് തന്നെ പഠിച്ചോളൂ ഈ ചോദ്യം. ഈ ചോദ്യം നിങ്ങൾ വീട്ടിലിരുന്ന് കലണ്ടർ വെച്ച് തന്നെ പഠിക്കുകയും അതിന്റെ ആൻസർ എനിക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയും വേണം. എന്റെ പേഴ്സണൽ വാട്സപ്പിൽ അയച്ചാൽ മതി. 9ക്ക് ശേഷം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് 2 ചോദ്യം അങ്ങോട്ട് തരികയാണ് ചെയ്യുക. ഈ 2 ചോദ്യം ഒന്നുകൂടി വായിച്ചു കൊടുക്കുക. ഫെർമിൻ ജോസ് ഓർ ധ്യാൻദേവ് ആ 2 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുക്കും മോനെ. In a particular month, the day of 3 Wednesdays, even numbers. 23rd of that month is. Which day is 23rd of that month? Okay, next question. There are 5 Fridays in January. Not 5 Saturdays. ഞാൻ രക്ഷിതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്തരം ചോദ്യങ്ങള് നിങ്ങളെ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ആൻസർ പറയുന്നുണ്ടോ? യെസ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഈ ക്വസ്റ്റ്യൻ മക്കള് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. 9ക്ക് ശേഷം എനിക്ക് നേരത്തെ തന്നെ വിളിക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക, ചെറിയ 2 ബോക്സ് വായിക്കുന്നു എല്ലാവരും. ഒരു സ്ക്വയർ ആണ്. ഒരു സ്ക്വയറും കൂടി അതിന്റെ കൂടെ ചേർത്ത് വരച്ചോളൂ. കോപ്പി പേസ്റ്റ്. യെസ്, വരച്ചു കഴിഞ്ഞാൽ മെഹർ യെസ് എന്ന് പറയാം. Yes, sir. Yes, sir.
യെസ്, വരച്ചു. നമ്മുടെ എന്താ ഋതുവിനെ കണ്ടിട്ടില്ലല്ലോ? ഋതിയോ? Yes, sir. Sir. ഏതാ ആ മോളെ കണ്ടില്ലല്ലോ ഇന്ന്? Sir, ഇവിടെ ഉണ്ട്. കണ്ടോ? ഏതാ ഐഡി കാണുന്നില്ലല്ലോ ഒറ്റാളെയും. നീ എന്താ നേരത്തെ വിളിക്കായിരുന്നത്? കോഹോസ്റ്റാറിന്റെ കുട്ടികൾക്ക് നേരത്തെ വിളിക്കണം കേട്ടോ. Okay, sir. Okay, sir. കാണുന്നില്ല, അതുകൊണ്ടാണ്. Okay, sir. Okay, sir. Okay, sir. എന്താ നമ്മളെ പേര് പറഞ്ഞത്? Okay, sir. ഓക്കെ എങ്കിൽ ഓക്കെ, ശരി. ഓക്കെ, ശ്രദ്ധിക്കാം. മെഹർ ഈ 2 സ്ക്വയർ ഞാൻ വരച്ചു. ഓക്കെ അല്ലേ? Yes, sir. നിങ്ങൾ വരച്ചു. ഇനി അടുത്ത എന്റെ പ്രശ്നം 2 സ്ക്വയറും ഒരേപോലുള്ള സ്ക്വയറാണ് ഞാൻ വരച്ചത്. നിങ്ങൾ വരച്ചെങ്കിലും എനിക്കറിയില്ല. അതില് ആദ്യത്തെ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ്. 8. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ വേറൊരു റെക്ടാങ്കിൾ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കണം. ഓക്കെ, അതിനിടയിൽ ഞാൻ റെക്ടാങ്കിൾ ചേർത്ത് വെച്ചു. ഓഹോ, അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നാൽ 1, 2 ഇത് 2 സ്ക്വയേഴ്സ് ആണ്. മൂന്നാമത്തത് ഒരു റെക്ടാങ്കിൾ ആണ്. അല്ലേ മെഹർ? Yes, sir. അപ്പൊ മക്കളോട് ആദ്യത്തെ ചോദ്യം, അതിന്റെ മലയാളം ഞാൻ പറയും, ഇംഗ്ലീഷിൽ എഴുതും. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. What is the perimeter of the first square? ആദ്യത്തെ ആ സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ് എന്നാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ എന്താ കിട്ടിയത്? അതായത് ആദ്യത്തെ മലയാളം പറയാൻ വിട്ടുപോയി. ആദ്യത്തെ ഈ സ്ക്വയറിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദ്യം. മക്കളെ പറയുക, എത്രയാണ്? 32. അറിയോ? പ്രോഡൻസ് ജൂനിയറിലെ ഒരു കുട്ടീനോടാണ്. പ്രോഡൻസ് ജൂനിയറിലെ ഒരു കുട്ടിക്ക് മുന്നോട്ട് വരാം, പേര് പറഞ്ഞുകൊണ്ട്. യെസ്, പേര്. പ്രോഡൻസ് ജൂനിയറിലെ കുട്ടി ഇതിലുണ്ടോ? പറയാം, പേര് പറയാം. കേട്ടില്ല. ലീൻ. ലീൻ. ഇത് മൂന്നാമത്തെ സ്മോൾ റെക്ടാങ്കിൾ ആണല്ലോ, അല്ലേ? ആ മൂന്നാമത്തെ സ്മോൾ റെക്ടാങ്കിളിന്റെ, അതായത് ആ ചതുരത്തിന്റെ പെരിമീറ്റർ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എത്ര? 40 സെന്റിമീറ്റർ. മൂന്നാമത്തെ ചതുരത്തിന്റെ പെരിമീറ്റർ ഞാൻ നിങ്ങൾക്ക് 40 സെന്റിമീറ്റർ തരുന്നു ഫ്രീ ആയിട്ട്. എങ്കിൽ അതിന്റെ വിഡ്ത് എത്ര, അല്ലെങ്കിൽ ബ്രെഡ്ത് എത്ര, അതിന്റെ വീതി എത്ര? ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മൂന്നാമത്തെ റെക്ടാങ്കിളിന്റെ വീതി എത്ര? ഇഫ് ദ പെരിമീറ്റർ ഈസ് 40 സെന്റിമീറ്റർ ആയാൽ. പ്രോഡൻസ് ജൂനിയറിലാണ് ചോദ്യം. ഇനി അടുത്തത് ഞാൻ കേൾക്കാത്താണ്. 4 സെന്റിമീറ്റർ ആണ്. അത് കിട്ടുന്നത് എങ്ങനെയാന്ന് നോക്കിക്കോളൂ. 8 ഇവിടെയും 8 ഇവിടെയും ഉണ്ടെങ്കിൽ 16 ഉണ്ടാവുമല്ലോ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളവും 16 ആയിരിക്കുമല്ലോ. 16 32 ആയി. നിങ്ങളോട് 40 ആണ് ചെറുതിന്റെ പെരിമീറ്റർ പറഞ്ഞിരിക്കുന്നത്. 40-ൽ നിന്ന് 32 പോയാൽ 8 ആകുമ്പോൾ ഇവിടെ 4 കൊടുക്കണം, ഇവിടെയും 4 കൊടുക്കണം. അപ്പൊ ഇതിന്റെ ചെറുതിന്റെ വീതി 4 ആണ്. ശരി, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് LF-ലേക്ക് പോവുകയാണ്. മാനന്തവാടി LF-ൽ 2 സ്കൂളുണ്ട്, അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട്. LF ഇംഗ്ലീഷ് മീഡിയം കുട്ടികളോട് ചോദിക്കുന്നു, ഈ ഒരു മൊത്തം ഫിഗറിന്റെ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ടോട്ടൽ ഫിഗർ? ഈ മൊത്തം ഫിഗറിന്റെ ഏരിയ എത്രയായിരിക്കും? മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ.
പറയാം. Sir, 40 centimeter. ധ്യാൻദേവിനോട് ചോദിക്കുന്നു, ധ്യാൻദേവ് എത്രയാണ് കുട്ടികൾ മറുപടി പറഞ്ഞത്? 56 centimeter, sir. 56 സെന്റിമീറ്റർ കറക്റ്റ് ആണ്. കാരണം 8 8 16 ഇവിടെ വരുന്നു, 16 സൈഡിൽ വരുന്നു. ഇവിടെ നേരത്തെ നമുക്ക് 8 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്, 12 വരുന്നുണ്ട്, 12 ഈ സൈഡും വരുന്നു. അപ്പം 16 പ്ലസ് 12 പ്ലസ് 12 ആണ് വന്നിരിക്കുന്നത്. അത് 56 ആണ്. Yes or no? Yes. ഇപ്പം നമ്മുടെ USSന്റെ കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. USSന്റെ കുട്ടികൾ 10 മിനിറ്റ് കൂടി ക്ഷമിക്കുക. LSSലെ ഏതാനും ചോദ്യങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ നാളെ അവർക്ക് പരീക്ഷയാണ്. അപ്പോ USSന്റെ കുട്ടികൾ ആരും ജോയിൻ ചെയ്തു പോയോ? പ്ലസ് B പ്ലസ് C ഈസ് ഈക്വൽ ടു D. ഞാൻ ഒന്ന് സ്പീഡ് ആക്കണേ മോനെ. A ഇൻറ്റു B ഇൻറ്റു C ഈസ് ഈക്വൽ ടു D. And what is B into D? 36. 36. എങ്ങനെയാണ് കിട്ടുന്നത് പറയൂ? 6 into 6 is equal to 36. അപ്പൊ 6 എങ്ങനെ വന്നു? Sir, Roman number. 1 plus 2 plus 3 is equal to 6. 1 into 2 into 3 is also equal to 6. ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം ഒന്ന് സ്പീഡ് ആക്കുന്നുണ്ട്, കുട്ടികളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. 8 2 7 0 6. ഇത് ഒരു 5 ഡിജിറ്റ് ആണ്. ഇതുകൊണ്ട് ഏറ്റവും വലിയ 5 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം നിങ്ങൾ, ലാർജസ്റ്റ്. എന്നിട്ട് ലാർജസ്റ്റ് ഉണ്ടാക്കുക, സ്മോളസ്റ്റ് ഉണ്ടാക്കുക, ചെറുതും ഉണ്ടാക്കുക, വലുതും ഉണ്ടാക്കുക. എന്നിട്ട് വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. എന്നിട്ട് പറയൂ എത്രയായിരിക്കും എന്ന്. ഹലോ, ഇത് എത്രയാണ് ഏറ്റവും വലുത്? മെഹർ ഒന്ന് സ്പീഡിൽ ഇടപെടുക. എത്രയാണ് ഇതിൽ വലുത്? 87620. 87620 is the largest. Yes. ഇനി ചെറുത് 20678. 20678. ഇതാണ്. ഓക്കെ, അതെന്താ 0 2 എഴുതാത്തത്? കാരണം 0 വാല്യൂ ഇല്ല. 0 വാല്യൂ ഒക്കെ ഉണ്ട്. 0 digit അല്ല. 0 is not a digit. 0 is not a digit. Meher, what is the difference? 66942. 66942. 900x ഞാൻ 15 ബോക്സിലാക്കി. എന്താ മേറെ ഞാൻ ചെയ്തത്? 900x 15 ബോക്സിലാക്കി. നിങ്ങളുടെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പോകുക അടുത്ത ദിവസം. എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം എഗ് കഴിക്കും. എന്റെ ചോദ്യം ഇതാണ്, ഒരു ബോക്സിൽ എത്ര ഉണ്ടാവും? മാർഗം എങ്ങനെയാണ് മെഹർ ഈ 60 ചെയ്തത് ഒന്ന് പറഞ്ഞുതരാമോ? 900 divided by 15. 900 divided by 15 ചെയ്യാൻ അറിയില്ലാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ നമ്മൾ സഹായിക്കും? ടീച്ചർ നിങ്ങൾക്ക് 90 divided by 16 പഠിപ്പിച്ചിട്ടുണ്ടോ? divided by 15 പഠിപ്പിച്ചിട്ടുണ്ടോ ധ്യാൻദേവേ? No, sir. അതും പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ 90 divided by 15 എത്രയാണ്? എല്ലാവരും പറയും. 6. 15 ആവുമ്പോൾ 60 വരും. Yes or no? നീമ തറാവിയൊക്കെ പോണയാ? Yes, sir. എന്ന സംഖ്യ റോമനിൽ എങ്ങനെ എഴുതാം? റോമൻ എങ്ങനെ എഴുതാം? Sir, IXIV.
പത്ത് കുറയ്ക്കുന്നു ഇങ്ങനെ എഴുതിയ ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ? റോമനിൽ എഴുതിയത് എങ്ങനെയാണെന്ന് കാണിക്കൂ. XXV. ഓ വെരി ഗുഡ്. XXV. ശരി മക്കളെ, തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അതാണ് ചാടിക്കേറി പറയുന്നത് ഞാൻ പറഞ്ഞത്. 100 രൂപയിൽ നിന്ന് മൂത്ത മകന് കൊടുക്കേണ്ടതായ 10 രൂപ അധികം മാറ്റി ആദ്യം വെക്കണം. എന്നിട്ട് മൂത്ത മകന് 10 രൂപ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന 90 രൂപയാണ് പകുതിയാക്കാൻ പാടുള്ളൂ. അപ്പം 45 മൂത്ത മകനും കിട്ടും. 45 ഇവിടെ മൂത്ത മകന് കിട്ടിക്കഴിഞ്ഞാൽ 45 പ്ലസ് 10 55 കിട്ടും. ഇളയ മകന് 45 കിട്ടും. അപ്പൊ 45ഉം 55ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്.